മുഖ്യമന്ത്രി പിണറായി വിജയനും 4 മന്ത്രിമാരും ജീവിതശൈലി വിഷയത്തിൽ അധ്യയനം നടത്തി അധ്യാപക ദിനം ആചരിക്കാനായിരുന്നു ആലോചന. എന്നാൽ അധ്യാപകരല്ലാത്തവർക്ക് ക്ലാസ് എടുക്കാനാകില്ലെന്ന പ്രതിപക്ഷ അധ്യാപക സംഘടനയുടെ എതിർപ്പ് വന്നതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ അധ്യയനം ജീവിതശൈലിയെക്കുറിച്ചുള്ള സന്ദേശമാക്കി ക്രമീകരിച്ചു. പൊതുവിദ്യാലയത്തെ രക്ഷിക്കാൻ സർക്കാരിനുള്ള സാമ്പത്തിക പരിമിതി മറികടക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഇതായിരുന്നു. വിവിധ ആരാധനാലയങ്ങളിൽ എല്ലാവരും വലിയ തോതിലുള്ള സംഖ്യയാണ് നൽകുന്നത്. അതൊരു തവണ എന്നാൽ താൻ പഠിച്ച ഈ സരസ്വതി ക്ഷേത്രത്തിലിരിക്കട്ടെ എന്ന് വെച്ചാൽ അതുതന്നെ വലിയ പണമായിട്ട് മാറും. ലഹരി മാഫിയയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ അധ്യാപകർക്കേ കഴിയൂവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡിജിറ്റൽ പഠനകാലത്തും മാതൃഭാഷ എഴുതി തന്നെ പഠിക്കണമെന്ന് പിണറായി നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളിലൂടെ മലയാളിയുടെ ജീവിതശൈലി മടക്കിക്കൊണ്ടുവരാനായി 1000 വിദ്യാലയങ്ങളിൽ ജൈവ വൈവിധ്യ പാർക്ക് തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. മന്ത്രിമാർ അധ്യയനം നടത്തുവാനുള്ള നീക്കത്തെ കുറ്റപ്പെടുത്തിയവർക്ക് വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകി. ഒരു പുൽക്കൊടി പോലും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പുൽക്കൊടി പോലും നമ്മുടെ ഗുരുവാണ്. അധ്യാപക അവാർഡുകളുടെ വിതരണം ചടങ്ങിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.